നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഞാൻ കുറച്ച് സാരികളും കുർത്തികളും കാണിക്കാം. കുർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുർത്തിയോ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എൻ്റെ പേരെന്നാ ഇതിനെന്നാന്ന് പറയുന്നത്, ധാവണി സെറ്റ്, അതുകൂടി ഉണ്ട്. പിന്നെ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ കടയിൽ ഓൺലൈൻ കണ്ടിട്ട് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഡെയിലി വരുന്നുണ്ട്. കഴിഞ്ഞ സൺഡേ പാലായിൽ നിന്നൊരു പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ചേട്ടനും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഞായറാഴ്ച ദിവസം അല്ലാത്ത ദിവസം കടയിൽ കാണുന്ന ഭയങ്കര സംശയമാണ്, പല ദിവസവും ഇല്ല കേട്ടോ. അപ്പം അവർ പറഞ്ഞു അവരുടെ കാര്യം ഞാൻ പറയണം, ഓൺലൈനിൽ പറയണമെന്ന് പറഞ്ഞു. വന്നതിനൊക്കെ ഒത്തിരി സന്തോഷം കേട്ടോ. ഫാമിലി ആയിട്ട് വന്നു, ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തു, ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് പോയെന്ന് പറഞ്ഞു. അവരുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരുടെ അടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എന്നാ പറയുക ഫീഡ്ബാക്ക് തന്നിട്ടാണ് പോയത്. ഞാനില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അവരെ വീഡിയോയിൽ കാണിച്ചേനെ. എന്താണെന്നറിയോ, അവർ പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ടാട്ടോ. ഇന്നും കൊണ്ട് ബാക്കിയുള്ളവരാരും ഓൺലൈനിൽ വരുന്നവരാരും അല്ല കടയിൽ വരുന്നവരാരും അവരുടെയും കാര്യം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയാത്തത്. അവരത്രയ്ക്ക് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തു. സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നെ കഴിഞ്ഞ കമ്പനിയാണ് സ്റ്റാഫുമായിട്ടാണ് പറഞ്ഞത്. എന്നെ കാണുന്നില്ലല്ലോ, എന്നെ ഈ വീഡിയോ കൂടെ കിടന്നുള്ള കസർത്തല്ലേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പം നമുക്ക് സാരി കാണാവേ. ഇതുണ്ടോ, ഞാൻ വീണ്ടും മേശയുടെ പുറകിൽ വന്നു ഇന്നേ വീഡിയോ എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി. ഇത് നമ്മുടെ ഒരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ഷിഫോൺ സാരി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഷിഫോൺ സാരി എന്ന് വേണേൽ പറയാം. ഷിഫോണോ ജോർജറ്റോ ഒക്കെ എന്ന് പറയും. ഒഴുകി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. താഴത്തെ ബോർഡർ ഇത് ഇങ്ങനെ വരും. ഫ്ലോറൽ പ്രിൻ്റാണ്, വയലറ്റ് കളറാണ് ഇത്. ഇതുണ്ടോ, നല്ല ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും മുന്താണി. പിന്നെ ബ്ലൗസ് ഇങ്ങനെ, ബ്ലൗസിൻ്റെ അറ്റത്ത് ഈ ഒരു ബോർഡറുമായിട്ട്. ഫങ്ഷൻ വെയർ ആയിട്ട് ഉടുക്കാവോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഫങ്ഷൻ വെയർ ആയിട്ട് ഉടുക്കാം. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് കൊടുക്കാം. കാരണം ഇങ്ങനെ ഈ ഒരു കോപ്പർ, സിൽവറെന്നും ഗോൾഡെന്നും പറയാൻ പറ്റത്തില്ല, കോപ്പറെന്നും പറയാൻ പറ്റത്തില്ല, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ഇങ്ങനെ ഷെയ്ഡ് സെറി പോയിരിക്കുന്നത്. മുകളിലത്തേത് ഇങ്ങനെ ചെറുത്. ഇതിൻ്റെ 3 ഷെയ്ഡാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തത് മസ്റ്റാർഡ് യെല്ലോ, നല്ല പ്യുവർ മസ്റ്റാർഡ് യെല്ലോ. കണ്ടോ, ഇങ്ങനെ വരും മുന്താണി. ബ്ലൗസ് സെയിം ഇങ്ങനെ. അടുത്തത് മുമ്പേ കണ്ടത് വയലറ്റാണ്. ഇതും ഒരു വയലറ്റ് തന്നെയാണ്, പക്ഷെ രണ്ടും രണ്ടാണ്. രണ്ട് ഷെയ്ഡാണ് കേട്ടോ, ഒരേ ഷെയ്ഡല്ല, 2 ഷെയ്ഡാണ്. ഇങ്ങനെ വരും. മുമ്പത്തെ തന്നെ സാരി. മറ്റേത് പറയും ഇച്ചിരി കൂടെ തെളിഞ്ഞ വയലറ്റ്, ഇത് ഇച്ചിരി കൂടെ ഡാർക്കാന്നല്ല, ഇച്ചിരി കൂടെ വേറെ കളറുകളുടെ മിക്സായ ഒരു ഡസ്റ്റി ആയിട്ടുള്ള ഒരു വയലറ്റ്. ഇത് വരും ബോർഡർ. ഇത് താഴത്തെ ബോർഡറാണ്, തിരിച്ചാണ് വരുന്നത്. ഞാൻ ഈ ഒരു മുമ്പേ കാണിച്ചത് കൊണ്ട് ഇത് തന്നെ വീണ്ടും കാണിക്കുമ്പം ഒരു ബോറടി വരുന്നതുകൊണ്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനി നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല, ഒരു സെമി സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയൽ അജ്രക്ക് പ്രിൻ്റ് വന്ന, നല്ല സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ അജ്രക്ക് പ്രിൻ്റ് വന്ന ഒരു സാരി ഞാൻ നേരത്തെ ഒത്തിരി നാൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സാരിയുടെ തന്നെ ടൈപ്പ് സാരിയാണ് ഇത്. വന്നിട്ടൊക്കെ ഒത്തിരി നാളായതാണ്. നാൾ മീൻസ് ഈ ഷോപ്പ് തുടങ്ങിയ പിന്നെ വന്നതാണ്, പക്ഷേ ഈ ഷോപ്പിലേക്ക് വന്നേ പിന്നെ വന്നതാണ്, പക്ഷേ കാണിക്കുന്ന ഇപ്പോഴാണെന്നുള്ളൂ. ഇത് വരും മുന്താണി. ബോഡിയിലിങ്ങനെ കണ്ടോ, വയലറ്റും അജ്രക്ക് പ്രിൻറ്റും വന്നിട്ട് ഇങ്ങനെ കോപ്പർ ബോർഡർ വരും. സിമ്പിൾ സാരി, സിമ്പിൾ റേറ്റ്, എല്ലാം സിമ്പിളാണ്. വേണമെങ്കിൽ ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം. ഫങ്ഷൻ വെയർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്പെഷ്യൽ വെയർ. ഫങ്ഷൻ വെയർ എന്നങ്ങ് പറയാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ ബ്ലൗസ് ഇതാണ് ബ്ലൗസ്. അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. ബ്ലൗസിൻ്റെ കയ്യിൽ ഇങ്ങനെ ബോർഡറും വരും, ഇതും വരും. കൈ വേദന എടുക്കുന്നുണ്ടോ? എനിക്കും എന്തോ ഒരു അസ്വാഭാവികത ഇപ്പോൾ. പണ്ടത്തെ ആ രീതിയല്ല, ഞാൻ മറന്നുപോയി. ഇപ്പം എനിക്ക് പഴയ അറിയത്തില്ല, ഇപ്പോൾ പുതിയതേ അറിയത്തുള്ളൂ. ഇങ്ങനെയല്ലേ മനുഷ്യനെല്ലാം, ഒന്ന് കിട്ടുമ്പോൾ ഒന്നങ്ങ് മറന്നു പോകും.
ദേ ഒരു സൈസ് ചാണകപ്പച്ച കളർ എന്ന് പറയുന്ന കളറ്. എന്താണ് ഇങ്ങനെ എന്തോ ഇത്രയേ ഉള്ളൂ സാരി. ഇത് ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ട്. ഷിഫോൺ പോലെ ഒഴുകി പോകുന്നതല്ല. എന്നാ പറയുക, സോഫ്റ്റ് സിൽക്ക് പോലത്തെ ഒരു ചന്തേരിയുടെ മെറ്റീരിയൽ ഇല്ലേ, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വരും. ഇത് ഇത്രയുണ്ട് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഷിഫോണോ ജോർജറ്റോ പോലത്തെ മെറ്റീരിയലല്ല, ചന്തേരി ആയിട്ടാണ് സാമ്യം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തോരം മെറ്റീരിയലുകൾ, എന്തെല്ലാം സാധനങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടാണ്, ഓരോന്നിൻ്റെയും കൃത്യമായിട്ടുള്ള പേരുകൾ പഠിക്കാൻ. പിന്നെ ഹിറ്റാവുന്നതല്ല, എല്ലാവരും പെട്ടെന്ന് പഠിക്കും, എല്ലാവർക്കും അറിയാം. ഏത് കൊച്ചു കുട്ടിയോട് ചോദിച്ചാലും അറിയാം. ഗ്രീൻ ഷെയ്ഡ്, എല്ലാ അജ്രക്ക് പ്രിൻ്റാണ് ബോഡിക്ക് വരുന്നത്. ഇത് മുന്താണി. ബ്ലൗസ് മുമ്പേ കാണിച്ചില്ലേ, അതുപോലെ തന്നെ സെയിം ഇത് ആണ് ബ്ലൗസ്. ബ്ലൗസിന് അതുപോയി. ഇതെന്തോ ബ്ലൗസിന് ബോർഡർ ഉണ്ട്. ഇതിന് കണ്ടോ, ഇതിനൊരു സൈസ് ഗോൾഡൻ്റെ ഇപ്പോൾ ഈ മെഹന്തി കളറില്ലേ, ആ ഒരു കളറാണ് അതിൻ്റെ ബോർഡറായിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് ഇത് ഈ ഒരു ഷെയ്ഡ് വരും, കണ്ടോ, വയലറ്റ് വിത്ത്. ഇതിന് വന്നപ്പോൾ കോപ്പർ വീണ്ടും വന്നു. മുമ്പേ കാണിച്ചതും ഇത് ഒരു വയലറ്റാണ്, പക്ഷേ ഇത് രണ്ട് കളറാണ്, 2 ഷെയ്ഡാണ്. അത് ആദ്യത്തെ സാരിയുടെ കാര്യം പറഞ്ഞ പോലെ ഡാർക്കും ലൈറ്റും. പിന്നെ ഇത് റിപ്പീറ്റാണോ അല്ലല്ലോ അല്ലേ, ഇത് മുമ്പത്തെ അജ്രക്ക് പ്രിൻ്റ് വരുന്ന ഗ്രീൻ ഷെയ്ഡ്, ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് എനിക്കും. ഇതിൻ്റെ കളർ എന്നാ പറയും, പറ ഗ്രേയുടെ ഒരു ഷെയ്ഡോ അതിൻ്റെ കൂടെ വയലറ്റോ, അങ്ങനെ പല കളറുകളുടെ മിക്സ്. ഈ കളറാണ് കൂടുതലും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി വേറൊരു സാരി കാണിക്കാവേ. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ അതിൻ്റെ മുന്താണിയുടെ ഭാഗമാണ്. ഇതാണ് അതിൻ്റെ സ്റ്റഫ്. ഇതുകൊണ്ട് ഒരു ചന്തേരിയുടെ കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ ഒരു ഹാൻഡ്ലൂമിൻ്റെ ഒക്കെ പോലത്തെ ഒരു സ്റ്റഫ്. കോട്ടൺ എന്ന് പറയാൻ പറ്റത്തില്ല, കോട്ടൺ അല്ലെന്ന് പറയാം. ചന്തേരിയാണ് കൂടുതൽ ഒരു ഫീൽ തോന്നിക്കുന്നത്. മുന്താണി ഇങ്ങനെ വരും, ബോഡി വരുമ്പോൾ ഇങ്ങനെ ലാവണ്ടർ ഷെയ്ഡാണ്. ബോഡിയെ ഫുള്ള് ഈ എംബ്രോയ്ഡറി കൊണ്ട് ബുട്ട, എന്നിട്ടൊരു സിൽവർ ബോർഡറാണ്. സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാരി, അങ്ങനത്തെ ഒരു സാരി. ഓണത്തിനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഉടുക്കാൻ നല്ല ഈസിയാണ്. അങ്ങ് ഒരു ഭയങ്കര എന്നാ പറയുന്നത്, നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ട് തോന്നിപ്പിക്കത്തില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് സാരി. ഇതതിൻ്റെ പീച്ച് ഷെയ്ഡ്. കണ്ടോ, മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. മുന്താണിയിലെ ആ വർക്ക് നല്ല മെഷീൻ എംബ്രോയ്ഡറിയാണേ ഫുള്ളേ. പീച്ച്. ബ്ലൗസ് ഞാൻ കാണിച്ചില്ല അല്ലേ, ബ്ലൗസ് റണ്ണിങ് തന്നെ കേട്ടോ, സെപ്പറേറ്റ് ഇല്ല, റണ്ണിങ് പ്ലെയിൻ ബ്ലൗസ്. ഇത് കണ്ടോ, സോറി, ഇത് സെപ്പറേറ്റ് ഇല്ല. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡാർക്ക് പീച്ചോ ഒക്കെ ഇടുവാണെങ്കിലോ സിൽവറോ അങ്ങനെയൊക്കെ നല്ലതാണ്. പിസ്ത ഗ്രീൻ അല്ലാത്ത ഒരു ഗ്രീൻ, പിസ്ത ഗ്രീൻ എന്നാണ് പറയാൻ വന്നത്, പക്ഷേ പണി പാളി, തെറ്റിപ്പോയി. എന്തോന്ന് ഗ്രീനാ ഇത്, ലോകത്ത് ഗ്രീനും ബ്ലൂവും തിരിച്ചറിയത്തില്ലാത്ത മഹത് വ്യക്തിയാണ് ഞാൻ. പൗഡർ ബ്ലൂ, ഇതാണ് ഇതിൻ്റെ കളർ. പൗഡർ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ. നല്ല സാരിയാണ്, ഡെയിലി ഉടുക്കാൻ നല്ല സാരി. ഇച്ചിരി നമ്മുടെ ഈ ചന്തേരിക്ക് അറിയാമല്ലോ, ഇച്ചിരി ഒരു പറന്ന് നിൽക്കുന്ന ഒരു സ്റ്റഫ് ഉണ്ടല്ലോ, ഓവറായിട്ട് അങ്ങ് തുറച്ച് നിൽക്കലില്ല. ഇച്ചിരി മെലിഞ്ഞവർക്കും വണ്ണമുള്ളവർക്കും കൊടുക്കാം അല്ലേ, കനമില്ലാത്തതുകൊണ്ടല്ലേ. ഇത് വലിച്ചൂരി മേടിക്കുന്ന ഇച്ചിരി സൂക്ഷിച്ച് വേണം കേട്ടോ, എൻ്റെ തോളൊന്നും ചാടിപ്പോകുന്നില്ല. പിസ്ത ഗ്രീൻ. ഇന്ന് എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങളാരും പേടിച്ചു പോരുത് കേട്ടോ, അല്ലേലും വലിയ കോലത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ ഡെയിലി. എന്നാന്നറിയോ, ഈ ഞാൻ പറയട്ടെ, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം വീട്ടമ്മയായിട്ട് തനി വീട്ടമ്മയായിട്ടിരിക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നം. വീട്ടമ്മയായിട്ടിരിക്കുന്നു, അയ്യോ വീട്ടമ്മയാണ്, എന്തോ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല, വരുമാനമില്ല, എപ്പോഴും ഈ അടുക്കളയ്ക്കകത്ത് തന്നെ, അങ്ങനെയുള്ളൊരു പ്രശ്നം. അതേസമയം ആ സ്ത്രീ ഒരു ജോലിക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറും കൂടെ ആണെങ്കിൽ എത്ര റോൾ എടുത്തല്ല നമ്മളെന്നറിയോ.
ചില ദിവസങ്ങളിൽ നമുക്കങ്ങോട്ട് അങ്ങ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിക്ക് അമ്മയുടെ റോൾ എടുക്കണം, ഭാര്യയുടെ റോൾ എടുക്കണം, സ്ഥാപനത്തിൻ്റെ റോൾ എടുക്കണം, സ്റ്റാഫിൻ്റെ ചേച്ചിയാകണം, കൂട്ടുകാരിയാകണം, അനിയത്തിയാകണം, പെങ്ങളാകണം, എല്ലാം ആകണം, ചിലപ്പോൾ താടകയാകണം, എന്നൊക്കെ ചെയ്താൽ ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു എനിക്ക്. എന്താണോ എനിക്കറിയത്തില്ല, എല്ലാം കൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ അങ്ങോട്ട് കിടന്നിട്ടേ. എന്നിട്ടോ ഇതെല്ലാം കഴിഞ്ഞാലും പിന്നെ എന്താ, പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞിരിക്കുക. ആണുങ്ങളിപ്പോൾ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് നേരം മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കും, കൂട്ടുകാരോടെ പോകും. പെണ്ണുങ്ങൾ തന്നെ എടുക്കും, പൂമുഖവാതിൽക്കൽ പൂന്തിങ്കളാകുന്ന ഭാര്യയായിട്ട് നിൽക്കണം, പൊന്നാര മക്കളുടെ വാത്സല്യനിധിയായ അമ്മയായിട്ട് നിൽക്കണം, അങ്ങനെ എന്തെല്ലാം ഭാരങ്ങൾ വഹിക്കണം അല്ലേ. ഇത് പെണ്ണുങ്ങൾക്കെല്ലാം ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗത്തിൽ സീറ്റ് ഉറപ്പാണ്. സത്യം ഞാൻ അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക്. ചിലരുണ്ട് അവനവൻ്റെ കാര്യം നോക്കി നടക്കുന്ന, സന്തോഷം അവനവൻ്റെ സന്തോഷത്തിന് കൂടുതൽ കൽപ്പിക്കുന്ന. ചിലർക്ക് അതല്ല, നമ്മുടെ കുടുംബവും നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെയൊക്കെ സന്തോഷമാണ് സന്തോഷം എന്ന് വിചാരിക്കുന്നവർക്ക് പണിയാ. ഞാൻ ഏതാണ്ട് നിരാശ പറയുമെന്ന് നിങ്ങൾ ഓർക്കും കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ദൈവം തന്ന ജീവിതത്തിൽ ഞാൻ 100% സംതൃപ്തി. ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനോട് അപ്പൻ മീൻസ് സ്വർഗീയ പിതാവിനോട് പരാതി പറയത്തേ ഇല്ല. പിന്നെ മനുഷ്യനല്ലേ, ചില സമയത്ത് മടുത്തു പോകും. ഞാൻ പരാതിയൊന്നും പറയത്തില്ല. എല്ലാത്തിനും നന്ദി മാത്രമേ ഉള്ളൂ എനിക്ക്. സത്യം ഞാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ ഡയലോഗ് അടിച്ച് ഇങ്ങനെ വലിയ അങ്ങോട്ട് നന്മമരം കളിക്കുമൊന്നും അല്ല. ഞാൻ ഉള്ളതാ പറയുന്ന സ്വഭാവക്കാരിയാണ്. എനിക്ക് ഇത്രയും കാലത്തെ മനസ്സിലായി കാണുമല്ലോ. കാരണം വായി വരുന്നത് പോതയ്ക്ക് പാട്ട്. ഗ്രേ അല്ല, ആണോ? ആഷാണോ? അതങ്ങ് സമ്മതിച്ചു തന്നെ. ഇവിടെ വീഡിയോഗ്രാഫർമാർ പലതാണ്. ഒരാൾ പഠിപ്പിക്കുന്നു, ഒരാൾ പഠിക്കുന്നു. എന്നാൽ പിന്നെ പഠിപ്പിക്കുന്ന ആൾക്ക് അങ്ങോട്ട് എടുത്താൽ പോലെ, അത്രയും മതി. അടുത്തതിൽ നമ്മളുടെ അത് 2 പീസാണോ? 2 പീസ്, അതായത് കുർത്തി വിത്ത് ഷോള്. അതായത് പാനൽ കട്ടാണ്, അനാർക്കലി മോഡലാണ്. എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം. ഫങ്ഷൻ വെയർ ആയിട്ടോ, ഉടുക്കാം എന്നല്ല, ഇടാം. ഫങ്ഷൻ വെയർ ആയിട്ടോ എങ്ങനെ, ഫങ്ഷൻ വെയർ ആണ് മെയിൻലി. ഇതിന് ഷോളും കൂടി ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ നിറച്ചും ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്ന. ഇപ്പം ഈ വൈറ്റിൽ ഡിസൈൻസ് വരുന്നത് വലിയ ട്രെൻഡാണ്. ഭയങ്കര ക്ലാസി ആയിട്ടുള്ളൊരു സാധനമാണ് അത്. പ്രത്യേകിച്ചും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിലെല്ലാം അങ്ങനെയാണ് വരുന്നത്. ഈ എന്നാ പറയുന്നത്, വൈറ്റൽ ഡിസൈൻസ് വരുന്നത്. അപ്പം അതിലൊന്നാണ് ഇത്. ഇതിൻ്റെ ഷോളും കൂടെ ഉണ്ട്, കാണിക്കാവേ. ഇതാണ് ഇതിൻ്റെ ഷോള്. ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാം. നല്ല കോട്ടണാണ്, പ്യുവർ കോട്ടണിലാണ്. ലൈനിങ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇത് പാനൽ കട്ടാണ് നിറച്ചും. ഇത് കണ്ടോ, ഇത്രയുണ്ട്. ഫുള്ള് ഫ്രണ്ടും ബാക്കും പാനൽ കട്ടാണ്. പിന്നെ എന്നാ, പാനൽ കട്ടാണ്, അത്രേ ഉള്ളൂ. ഇതൊന്ന്, ഇതിൻ്റെ തന്നെ റോസും കൊടുത്ത. ഇതിന് അതിൻ്റെ തന്നെ വേറൊരു കളറ്. മറ്റേത് ബ്ലൂവും വൈറ്റും ആയിരുന്നെങ്കിൽ ഇത് പിങ്കും വൈറ്റും. ഇതിൻ്റെ സൈസ് ഏതാണെന്നുള്ളത്, സൈസ് ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു L, XL, XXL ആണെന്ന് തോന്നുന്നു. 3 സൈസാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഇത് വരും അടുത്തത്. കണ്ടോ, ഷോള് നല്ല അത്യാവശ്യം നല്ല കനമൊക്കെ ഉള്ള ഷോളാണ്. ഇതെല്ലാം പ്രിൻ്റാണ് കേട്ടോ, വർക്ക് ചെയ്തിരിക്കുന്നൊന്നുമല്ല. അതിനുള്ള റേറ്റ് ഇതിനില്ല. പക്ഷെ വൃത്തിയുള്ള പ്രിൻ്റാണ്. കണ്ടാൽ വർക്ക് ചെയ്തേക്കുന്നതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുള്ളൂ. അടുത്തത് ഇത് ടോപ്പ് മാത്രമല്ലേ. ഇതൊരു ഫങ്ഷൻ വെയർ ടോപ്പ്, അല്ലെങ്കിൽ ഗൗണ്, അല്ലെങ്കിൽ ഫ്രോക്ക്, അങ്ങനെയൊക്കെ ഇടാം. ഇപ്പോൾ പിള്ളേരെല്ലാം ഫങ്ഷനൊക്കെ അങ്ങനത്തേതാണല്ലോ ഇടുന്നത്. ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന, ഡിജിറ്റൽ ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ഇതുണ്ട്. ഇങ്ങനെ കാന്താ വർക്ക് പോലത്തെ ചെയ്തിട്ടുണ്ട്. അതിൽ ചെറിയ പൊട്ടിക്കൊരു കടുകുമണിയോളമുള്ള സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. സിമ്പിളാണ്. ഇവിടെ ഇതുണ്ട്, പാഡൊക്കെ വെച്ചിട്ടുണ്ട്, അകത്ത് പാഡ് വെച്ചിട്ടുണ്ട്. പാഡ് വേണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞാൽ മതി. ബാക്കിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ ആയിട്ട് ഷേപ്പ് ചെയ്താൽ മതി. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല സിമ്പിളാണ്, പക്ഷെ ഒരു പാർട്ടി ടച്ച് തരുന്ന നല്ലൊരു ഫ്രോക്കെന്നോ ഗൗൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഫ്രോക്കാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഫ്രോക്ക്. ഇപ്പോൾ ഫ്രോക്ക് നല്ല മോഡലാണല്ലോ, കല്യാണങ്ങൾക്കെല്ലാം പോകാൻ എല്ലാവരും അങ്ങനത്തെയൊക്കെയാണല്ലോ ഇടുന്നത്.
ഇത് 3 പീസ് സെറ്റ്, അതായത് ടോപ്പുണ്ട്, ബോട്ടം ഉണ്ട്, ഷോളുണ്ട്. ഇത് അതുപോലെ തന്നെ അനാർക്കലി മോഡൽ പാനൽ കട്ട് മുമ്പേ കണ്ടതിൻ്റെ വേറൊരു ഇത്. ഇവിടെ നിറച്ചും ഇത് കണ്ടോ, ഫുള്ള് ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും. ഇത് ഈ ഒരു പ്രിൻ്റ് വരുന്ന ബോട്ടം. ഷോൾ ഇച്ചിരി ലെങ്തി അല്ല, ഇച്ചിരി ഇതാ ഒരു എന്നാ പറയുന്നത്, നമുക്ക് വേണേൽ കഴുത്തെ കൂടെ ചുറ്റി, അതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ. ഇങ്ങനത്തേത് ഇത്രയും അനാർക്കലിയൊക്കെ ആയിട്ട് ഇടുമ്പോൾ നമ്മൾ ഷോൾ വലിയ, ഞാൻ പറയുന്ന കേട്ടോ, എനിക്കറിയത്തില്ല മറ്റുള്ളവരുടെ ഇത്, ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഷോൾ ചുമ്മാ നമ്മൾ ഷോൾ എന്ന് പറഞ്ഞൊരു സാധനം ഇടുന്ന പോലെ ഇടുള്ളൂ. എന്നിട്ടിങ്ങനെ അത് കഴുത്തിറങ്ങി ഇവിടെ ഇതിപ്പോൾ ബാക്കിനൊക്കെയല്ലേ ഈ കാണുന്നത്, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗി ഒരു ഇതായിരിക്കും. ഷോളിൻ്റെ ഒരു വേറൊരു ഷോളെന്ന് പറഞ്ഞൊരു സാധനമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ സാധാരണ ഷോൾ ഇടുന്ന ആ ഒരു പർപ്പസോടെയുള്ള ഷോളല്ല. ഈ കുർത്തി നിങ്ങൾക്ക് ഓർമ്മ കാണും, കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഇട്ടിരുന്ന, ഞാൻ പക്ഷേ ഈ കുർത്തി ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ വീഡിയോയിൽ ഈ കുർത്തി ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തോരമാണോ ഒത്തിരി പേര് ചോദിച്ചു ഈ കുർത്തിയെ പറ്റി. ഇത് ഇസബെല്ലയുടെ ഓൺ കുർത്തിയാണ്, ഇസബെല്ലയുടെ ഓൺ പ്രൊഡക്ഷനാണ്. അതാണ് ഞാൻ ഇട്ടിരുന്നത്. ഇതിൻ്റെ 3-4 കളറും വന്നതാണ്. ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നു പോയി. ഒത്തിരി പീസസും ഉണ്ടായിരുന്നു. ഇതാണ് കുർത്തി, ഞാൻ ഇട്ട് തന്നെ ഓൾറെഡി കണ്ടു കാണും എല്ലാവരും. നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റാണ്, നല്ല ക്രേപ്പിൻ്റെ ഇത് വെച്ചിരിക്കുന്നു. കയ്യിൽ കണ്ടോ ഈ ഒരു വർക്ക്, അത് തന്നെ ദാമൻ സൈഡിൽ ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു വർക്ക് ഇത് തന്നെ വന്നിരിക്കുക. സിമ്പിളാണ്, വി നെക്ക് വരും. ഇത് വന്നിട്ടുണ്ട്, എന്നാ പറയുന്നത്, ലൈനിങ് ഇട്ടിട്ടുണ്ട്. കൈക്ക് ലൈനിങ് ഉണ്ടോ? ഉണ്ടല്ലേ, കൈക്ക് ലൈനിങ് ഉണ്ട്. നല്ല രസം കേട്ടോ, നല്ല സുഖം. ഞാൻ എപ്പോഴും പറയല, ഞാനാണെങ്കിൽ ചൂടുള്ളത് ഇടത്തില്ല, മറ്റേത് ഇടത്തില്ല, മറിച്ചത് ഇടത്തില്ല. പക്ഷേ ഇത് ഇടാൻ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ നല്ല സുഖമായിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടിൽ ഗ്രീൻ ഉണ്ടായിരുന്നു, വേറെ ഏതാ ആഷ അങ്ങനെ പല കളറുണ്ട്. ഇപ്പോൾ ഈ കളർ മാത്രമേ ഉള്ളൂ. M2XXL ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ സൈസുള്ള. ഇനിയൊരു ഇത് ചുമ്മാ ഒരു ഇതിന് കാണിക്കുന്ന കേട്ടോ, ഓണം ആയിക്കൊണ്ട് ഓണത്തിൻ്റെ ഒരു സാധനവും കാണിച്ചില്ലേ ശരിയാകത്തില്ലോ. ഇത് കണ്ടാൽ നിങ്ങൾ ഓർക്കും അയ്യോ ഇത് ഭയങ്കര സൈസാണല്ലോ. ഇത് കൊണ്ട് അഡ്ജസ്റ്റബിൾ ആണ്, ഫ്രീ സൈസാണ്. സ്കേർട്ടും ടോപ്പും ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ വർക്ക് കണ്ടത്, നെക്കിലെ വർക്ക്. ഇത് നിങ്ങൾ ഉറപ്പായിട്ട് ഇത് മേടിച്ച് ഓൾട്ടർ ചെയ്യേണ്ടി വരും കേട്ടോ, കാരണം ഇത് ഏത് സൈസിലുള്ളവർക്കും ഇടാവുന്ന രീതിക്ക് അങ്ങനെ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ അളവ് ഏതാണോ ആ അളവെടുത്തിട്ട് ഇതിപ്പോൾ ഒരു പ്രിൻസസ് കട്ട് പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബ്ലൗസിൻ്റെ ഓൾട്ടർ ചെയ്യലേ എന്ന് പറഞ്ഞ പോലെ ചെയ്യണം. ഈ ഒരു വർക്കാണ് അതിൻ്റെ ഹൈലൈറ്റ്. തനി കേരള സ്റ്റൈലിലുള്ള ഒരു ദാവണി സെറ്റ്. ടിഷ്യൂ ആണ് മെറ്റീരിയൽ, രണ്ടിൻ്റെയും മെറ്റീരിയൽ ടിഷ്യൂ. ടോപ്പിൻ്റെ ബ്ലൗസിൻ്റെ അതേ ലൈനിങ് വെച്ചിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ ഒരു കുഞ്ഞി സ്ലീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്കേർട്ടിനും അങ്ങനെ തന്നെ സ്കേർട്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ 10th പഠിക്കുന്ന ഒരു സമയത്ത് ഇല്ലേ പട്ടുപാവടയും ബ്ലൗസും ആയിരുന്നു ഏറ്റവും ട്രെൻഡ്. എനിക്ക് എന്തോരം ഉണ്ടായിരുന്നറിയോ, എനിക്ക് എന്നാ ഇഷ്ടമായിരുന്നു. നല്ല കയ്യിൽ നിറ വീതിക്ക് ഇതൊക്കെ വെച്ച് ചുമ്മാ കത്തിയടിക്കേണ്ട കാര്യം എനിക്ക് തന്നെ ഫോട്ടോ കാണിക്കണോ? സത്യം ഇതൊക്കെ തല്ലിക്കൊല്ലണ്ടേ. എനിക്കുണ്ടായിരുന്നു സത്യമായിട്ടും. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒന്നും പോലെ ഒത്തിരി പ്രായമുള്ള കാലമല്ല, കുറച്ച് കാലം പിന്നെ. ഞാൻ അന്നേരം പട്ടുപാവടയും ബ്ലൗസും ഒക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടം പോലെ. എനിക്കത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ആ പഴയ ബാല്യകാലത്തിലേക്ക് തിരിച്ചു. നമ്മളെല്ലാം അങ്ങനെയല്ലേ, ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ നൊസ്റ്റാൾജിയ ഉണരത്തില്ലേ? എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.